بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ അടിസ്ഥാനമായി പ്രാഥമികമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അക്ഷരങ്ങൾക്ക് നൽകപ്പെടേണ്ടതായ സ്വരഗുണങ്ങൾ, ശബ്ദ വിശേഷണങ്ങൾ അഥവാ സിഫാത്തുൽ ഹുറൂഫ്. സിഫാത്തുൽ ഹുറൂഫിലെ വലിയ ഭാഗം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൽ അവസാനമായി ദാത്തിയ്യ, അറദിയ്യ എന്നിങ്ങനെ രണ്ട് സിഫത്തുകൾ, ചിലപ്പോൾ മാത്രം അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്നതും എന്നാൽ സ്ഥിരമായി അതിൽ അടിസ്ഥാനപരമായി നിലനിൽക്കുന്നതുമായ എപ്പോഴും ഉള്ളതുമായിട്ടുള്ള സിഫത്താണ് ദാത്തിയ്യത്ത്. അറദിയ്യത്ത് ചിലപ്പോൾ മാത്രം വരുന്നതാണ്. ഈ അറദിയ്യത്തിൽ പ്രധാനപ്പെട്ടതാണ് അത്തഫ്ഖീം വത്തർഖീഖ് എന്ന രണ്ട് സിഫത്തുകൾ. അതിൽ തഫ്ഖീം ചെയ്യപ്പെടേണ്ട ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളും തർഖീഖ് ചെയ്യേണ്ട ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളും ഒക്കെ മനസ്സിലാക്കി. എന്നാൽ ചിലപ്പോൾ തഫ്ഖീമും ചിലപ്പോൾ തർഖീഖും നൽകപ്പെടുന്ന ചില അക്ഷരങ്ങൾ, അതിൽ ലാമ്, ലഫ്ദുൽ ജലാല, അതിൻ്റെ ഹുക്മും നമ്മൾ മനസ്സിലാക്കി. ശേഷം റാഇനെ കുറിച്ചാണ് നാം മനസ്സിലാക്കി വരുന്നത്. റായിൽ ചിലപ്പോൾ തഫ്ഖീമും ചിലപ്പോൾ തർഖീഖും നൽകണം. ഈ റായിൽ പ്രത്യേകമായ വ്യത്യസ്തങ്ങളായ അതിനുണ്ടാകുന്ന അവസ്ഥകൾ പരിഗണിച്ചാണ് അതിൻ്റെ തഫ്ഖീമും തർഖീഖും നിർണയിക്കപ്പെടുന്നത്. അതിൽ റാഉൽ മുതഹർരിക, ഹറക്കത്ത് നൽകപ്പെടുന്ന റാഉകൾ, ഇതിൻ്റെ എല്ലാ വിധിയും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഹറക്കത്ത് നൽകപ്പെടുന്ന റാഅ് എന്തൊക്കെ ചെയ്യണം, എപ്പോഴൊക്കെ, എങ്ങനെയൊക്കെ തഫ്ഖീമും തർഖീഖും നൽകണം എന്നത് വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായി. ഇനിയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അർറാഉസ്സാകിന ഫിൽ വസ്ലി വൽ വഖഫി. സുക്കൂൻ നൽകപ്പെട്ട റാഇനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. വസ്ലിലും വഖഫിലും ചേർത്ത് ഓതുമ്പോഴും നിർത്തി ഓതുമ്പോഴുമുള്ള സാക്കിനായ റാഅ്, സുക്കൂൻ നൽകപ്പെട്ട റാഅ്, ഇതിൻ്റെ ഒന്നാം ഭാഗം മാത്രമാണ് ഇന്ന് നാം സൂചിപ്പിക്കുന്നത്. വിശദമായ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഹുക്മുർ റാഇ സാകിന ഫിൽ വസ്ലി വൽ വഖഫ്. وهذه الراء تقع متوسطة ومتطرفة. സാക്കിനായ റാഅ്, സുക്കൂൻ നൽകപ്പെട്ട റാഅ്, അത് ചേർത്ത് വായിക്കുമ്പോഴും നിർത്തി ഓതുമ്പോഴുമുള്ള അതിൻ്റെ വിധിയെക്കുറിച്ച് നാം പറയുമ്പോൾ അറിയേണ്ട കാര്യം എന്താണ്? ഈ റാഅ്, സുക്കൂൻ നൽകപ്പെട്ട റാഅ്, അത് മുതവസ്സിത്തതായിരിക്കും, മധ്യത്തിൽ വരും. ഒരു പദത്തിൻ്റെ മിഡിലിൽ, ഒരു പദത്തിൻ്റെ മധ്യത്തിലായിക്കൊണ്ട് റാഅ് വരും, മുതവസ്സിത്തതായിട്ട് വരും. വമുതതർരിഫതൻ, പദത്തിൻ്റെ അന്ത്യത്തിലായിട്ടും വരും, അറ്റത്തിലായിക്കൊണ്ട്. പദം ആ അക്ഷരം കൊണ്ടാണ് അവസാനിക്കുന്നത്. അതാണ് മുതതർരിഫ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് രൂപത്തിലും വരാം, മധ്യത്തിലും വരാം, അന്ത്യത്തിലും വരാം. അപ്പോൾ തുടക്കത്തിൽ എങ്ങനെ വരിക? തുടക്കത്തിൽ സാക്കിന അക്ഷരം അറബി ഭാഷയിൽ ഉണ്ടാവുകയില്ലല്ലോ. സുക്കൂൻ കൊണ്ട് തുടങ്ങുന്ന ഒരു പദം അറബി ഭാഷയിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മധ്യത്തിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ ഒക്കെ അക്ഷരമായിക്കൊണ്ട് അങ്ങനെ വരാം. പിന്നെ അന്ത്യത്തിലായിട്ട് വരാം, അവസാനിപ്പിക്കുന്ന അക്ഷരം സാക്കിനായ റാഅ്. അതാണ് മുതതർരിഫ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫൽ മുതവസ്സിത, മധ്യത്തിൽ വരുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണമായി ശിർഅഹ് എന്ന് പറയുക. ഇതെവിടെയാണ്? സൂറത്തുൽ മാഇദ 48-ാമത്തെ ആയത്ത്. ലിക്കുല്ലി നബിയ്യിൻ
ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജ, ശിർഅതൻ വമിൻഹാജ അല്ലേ? അവിടെ ഷിർഅ എന്ന് വന്നിട്ടുണ്ട്. ഷിർക്ക്, ഇന്ന ഷിർക ലദുൽമുൻ അദീം എന്നതുപോലെ. രണ്ടാമത്തെ ഉദാഹരണം ഫിർഖ, 14-ാമത്തെ, അതായത് സൂറത്തു തൗബ 122-ാമത്തെ ആയത്തിൽ ഫിർഖ, ഫിർഖ റാ മധ്യത്തിലാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഈ റായിന് തഫ്ഖീമാണ്. ഷിർഅ എന്നത് തർഖീഖാണ്. അതെന്താ അങ്ങനെ? അത് നമ്മൾ പിന്നെ പറയും ഇൻഷാ അല്ലാഹ്. നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് മധ്യത്തിൽ വരുന്ന റായിനെ കുറിച്ച്, അതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. എന്നാൽ വൽ മുതതർരിഫ, അന്ത്യത്തിൽ വരുന്നത്, ഖും ഫഅൻദിർ, അൻദിർ എന്ന പദം സൂറത്തു അൽ മുദ്ദസ്സിർ 2-ാമത്തെ വചനം, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹ്ഹിർ വറുജ്സ ഫഹ്ജുർ. ഇതൊക്കെ അന്ത്യത്തിൽ വന്നതാണ്. അൻദിർ, കബ്ബിർ, തഹ്ഹിർ, ഫഹ്ജുർ. ഇങ്ങനെ അന്ത്യത്തിലായിക്കൊണ്ടും സാക്കിനായ റാ വരുന്നതാണ്. മധ്യത്തിലും വരും, അന്ത്യത്തിലും വരും. ശരി. വലികുല്ലി മിനർ റാഇ സാക്കിനത്തിൽ മുതവസ്സിത വൽ മുതതർരിഫ ശുറൂത്തുൻ ലിത്തഫ്ഖീം വത്തർഖീഖ് നദ്കുറുഹാ ഫീമാ യലി. മധ്യത്തിൽ വരുന്നതും അന്ത്യത്തിൽ വരുന്നതുമായ സാക്കിനായ എല്ലാ റായിനും നിബന്ധനകളുണ്ട്, നിബന്ധനകൾക്ക് വിധേയമാണ്. നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് അതിൻ്റെ തഫ്ഖീമും തർഖീഖും നിർണയിക്കേണ്ടത്. അതാണ് ഇനി നാം പറയാൻ പോകുന്നത്. نرقق أو ترقق الراء، ترقق الراء الساكنة في الحالين المتوسطة لجميع القراء ب4 شروط ولا بد من اجتماعها كلها في آن واحد فإن تخلف شرط منها وجب تفخيمها. ഇതാണ് നമ്മൾ അടിവരയിട്ട് അറിയേണ്ട കാര്യം. എന്താ ചോദിച്ചിട്ടുള്ളത്? ഏത് സൂറ അന്ത്യത്തിൽ എന്നോ? സൂറത്തുൽ മുദ്ദസ്സിറിൽ അന്ത്യത്തിൽ വന്ന പദങ്ങൾ നമ്മൾ സൂചിപ്പിച്ചല്ലോ. സൂറത്തുൽ മുദ്ദസ്സിറിന്റെ തുടക്കത്തിൽ തന്നെ സഹോദരി ചോദിച്ചിരിക്കുകയാണ് ഏത് സൂറത്തിലാണ് അന്ത്യത്തിൽ വന്ന പദങ്ങൾ ഉള്ളത് എന്നാണ്. ധാരാളമുണ്ട്. ചിലത് സൂറത്തുൽ മുദ്ദസ്സിറിന്റെ തുടക്കത്തിൽ തന്നെ കാണാം, ഏതാനും ആയത്തുകളിൽ. ശരി, ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട വിഷയമാണ് പറയുന്നത്. മധ്യത്തിലാവട്ടെ, മധ്യത്തിൽ വരുന്ന റാവുകൾ, പദത്തിൻ്റെ മധ്യത്തിൽ നടുവിലായിക്കൊണ്ട് വരുന്ന റാ, സാക്കിനായ റാ, പദത്തിൻ്റെ മധ്യത്തിൽ സാക്കിനായ റായിന് എല്ലാ ഖാരിഇങ്ങൾക്കും ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. മുത്തഫിഖൂന ഖൗലൻ വാഹിദൻ, എല്ലാ ഖുറാകളും ഏകോപിച്ച ഒരു കാര്യമാണ്. 4 ഷർത്തുകൾ അതിന് പൂർണ്ണമായാൽ അവിടെ റായിനെ എന്ത് ചെയ്യണം? തർഖീഖ് ചെയ്യണം. റായിനെ നേർപ്പിച്ചുകൊണ്ട് ഓതണം, നേരിയ ശബ്ദം നൽകി. ര എന്ന മലയാളത്തിൽ നമ്മൾ പറയുന്ന ആ ശബ്ദം, അതാണ് റായിനെ തർഖീഖ് ചെയ്യുമ്പോഴുള്ള ശബ്ദം, ര. ഇത് റായിന് 4 ഷർത്തുകൾ പൂർണ്ണമായി വരുമ്പോൾ ആകുന്നു. അതെല്ലാം തന്നെ ഒരേ സന്ദർഭത്തിൽ അതിലുണ്ടായിരിക്കണം. ഒരു ഷർത്ത് അതിൽ നിന്നും പോയാൽ വജബ തഫ്ഖീമുഹ, ഇതിൽ ഏതെങ്കിലും ഒരു ഷർത്ത് ഇല്ലാതായാൽ എന്തായി? അവിടെ റായിനെ തഫ്ഖീം ചെയ്യേണ്ടതാണ്. ഒന്ന്, ഫശർത്തുൽ അവൽ അൻ യകൂന ഖബ്ല റാഇ കസ്റ. സാക്കിനായ റായിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അതെ, ആ സാക്കിനായ റായിൻ്റെ തൊട്ടു മുമ്പിൽ കസ്റ, ഇകാരം ഉണ്ടായിരിക്കണം എന്നതാണ് ഒന്നാമത്തെ നിബന്ധന. നമ്മൾ പറഞ്ഞു ഈ 4 ഷർത്തും തന്നെ അതിൽ ഒരുമിച്ച് ചേരണം.
ഒരു ഷർത്ത് അതിൽ ഇല്ലാതെയായാലോ അപ്പം റായിന് തഫ്ഹീമാകും. അപ്പോൾ റായിന് പിന്നെന്താ ഉണ്ടാവുക? തഫ്ഹീം കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഷർത്ത് തന്നെ സാക്കിനായ റാ മുതവസ്സിത്തായി വരികയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പിൽ കസ്റ ഉണ്ടായിരിക്കണം, ഇകാരം ഉണ്ടായിരിക്കണം. വശർതു സാനി, രണ്ടാമത്തെ നിബന്ധനയാണ് അൻ തകൂന ഹാദിഹിൽ കസ്റതു അസ്ലിയ്യ. നോട്ട് ചെയ്യുക, ഈ കസ്ർ അസ്ലിയത്തായിരിക്കണം, അടിസ്ഥാനപരമായ പദത്തിൽ അടിസ്ഥാനമുള്ള കസ്റായിരിക്കണം. താൽക്കാലികം കയറി വന്ന കസ്റാവരുത്. ഇതൊക്കെയും നമ്മൾ ഉദാഹരണ സഹിതം ശേഷം പറയാൻ പോകുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ ആമുഖമായി ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. വിശദാംശങ്ങളിലേക്ക് അടുത്ത സന്ദർഭത്തിലാണ് നമ്മൾ ഉദാഹരണ സഹിതം നമ്മൾ പ്രവേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തേത് സാക്കിനായ റാഹിന് മുമ്പിൽ കസ്റുണ്ടായിരിക്കണം. രണ്ടാമത്തെ നിബന്ധന ആ കസ്ർ അസ്ലിയത്തായിരിക്കണം. മൂന്നാമത്തെ നിബന്ധന അൻ തകൂന അൽ കസ്റതു വറാഉ ഫീ കലിമത്തിൻ വാഹിദ. റാ, സാക്കിനായ റാ മധ്യത്തിൽ വന്നിട്ടുണ്ട്, അതിൻ്റെ തൊട്ട് മുമ്പിൽ കസ്റുണ്ട്, ആ കസ്ർ അസ്ലിയത്താണ്. എന്നാൽ ഈ കസ്റും ഈ റാവും ഒറ്റ പദത്തിലായിരിക്കണം എന്നതാണ്. ഒറ്റ പദത്തിലായിരിക്കണം. വശർതു റാബിഅ അൻ യകൂന ബഅദൽ അറാഇ ഹർഫുൻ മിൻ ഹുറൂഫിൽ ഇസ്തിഫാൽ അൽ മുതഖദ്ദിമി ദിക്റുഹാ. നാലാമത്തെ നിബന്ധനയാണ് സാക്കിനായ റായിന് ശേഷം വരുന്നത്. എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? 3 നിബന്ധനകൾ പറഞ്ഞു കഴിഞ്ഞു. അത് പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെ നിബന്ധന. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന് കസ്റുണ്ടായിരിക്കണം, രണ്ടാമത്തത് കസ്ർ അസ്ലി ആയിരിക്കണം, മൂന്നാമത്തത് ഒറ്റ പദത്തിലായിരിക്കണം, നാലാമത്തതാണ് ഈ കസ്റിന് ശേഷം വരുന്ന അക്ഷരം ഇസ്തിഫാലിൻ്റെ അക്ഷരമായിരിക്കണം. അഥവാ ഇസ്തിഅലാഇന്റെ അക്ഷരമാവാൻ പാടില്ല. എന്ന ഇസ്തിഅലാഇന്റെ പെരുപ്പിച്ച് തടിപ്പിച്ച് പറയേണ്ട അക്ഷരങ്ങളിൽ പെട്ടതാവാൻ പാടില്ല റാഇന് ശേഷം വരുന്ന അക്ഷരം. ഈ 4 നിബന്ധനകൾ നമ്മൾ ഓർത്തു വെക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ വിശദമായി അടുത്ത സന്ദർഭത്തിൽ മനസ്സിലാക്കാം. ബിഇദ്നില്ലാഹി തആല. ബാറകല്ലാഹു ഫീക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.